ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്ക് സ്വാഗതം. ജ്യോത്സ്യൻ വിജയം കിട്ടു. ജനുവരി മാസത്തെ ഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ജനുവരി മാസത്തിൽ വിശാഖം, അനിഴം, തൃക്കേട്ട എന്ന വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ ഗ്രഹനില നോക്കുകയാണെങ്കിൽ, 1-ാം തീയതിയിലത്തെ ഗ്രഹനില നോക്കുകയാണെങ്കിൽ, വൃശ്ചിക രാശിക്കാരുടെ ലഗ്നത്തിൽ ബുധനും വ്യാഴവും 2-ൽ, അതായത് വൃശ്ചിക രാശിയുടെ 2-ൽ സൂര്യൻ, ശനി ആണ് നിൽക്കുന്നത്. വൃശ്ചിക രാശിയുടെ 5-ാം ഭാവത്തിൽ ചൊവ്വയും 12-ാം ഭാവത്തിൽ ശുക്രനും. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ ജനുവരി 1-ാം തീയതി ഏകദേശം ഒരു 10:30 തന്നെ വൃശ്ചിക രാശിയിൽ നിന്നും ബുധൻ 2-ാം ഭാവത്തിലേക്ക് മാറും. അതും അനുകൂലം തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ ഈ മാസത്തിൽ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പരമാവധി ചിന്തിക്കുമ്പോൾ ഗുണം തന്നെയാണ് കാണുന്നത്. സാരവസാൽ ഇവർക്ക് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതും അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും അതുപോലെ ശനിയും നിൽക്കുന്നുണ്ട്. ശനിക്ക് ഇപ്പോൾ മൗഢ്യം ഉണ്ട് താനും. അപ്പൊ അങ്ങനെയെല്ലാം ചിന്തിക്കുന്ന സമയത്ത് പൊതുവെ കർമ്മരംഗത്ത് ഒരു മന്ദതയുണ്ടായിരുന്നത് മാറി പൊതുവെ ആ മന്ദത നീങ്ങി ഒരു ഉണർവിലേക്ക് വരുവാനുള്ള സാഹചര്യം ഇപ്പോൾ ഇവർക്ക് ജനുവരി മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ധന സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ അതിൽ നിന്നെല്ലാം ഒരു പ്രത്യേക ചിന്തയോടുകൂടിയും പ്രത്യേക ഒരു അഭിപ്രായത്തോടു കൂടിയും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സഹകരണത്തോടു കൂടിയും ധനവിനിയോഗം നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. ജോലിസ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും അതിനെ തരണം ചെയ്ത് പോകാനുള്ള ഒരു സ്ഥിതി ഇപ്പോൾ വന്നിട്ടുണ്ട്. കടബാധ്യതയിൽ പെട്ട് നിൽക്കുന്ന കുറെ വ്യക്തികൾ ഈ വൃശ്ചിക രാശിക്കാരിൽ ഉണ്ട്. അതിൽ ഏകദേശം ഒക്കെ ഈ ജനുവരി മാസത്തോടുകൂടി അതിൽ നിന്നെല്ലാം കുറച്ച് മനസമാധാനം കിട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ അന്തരീക്ഷം അത്ര സുഖകരമല്ലെങ്കിലും ഈ ജനുവരി മാസത്തിൽ അത് വീണ്ടെടുക്കുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഒരു ആത്മധൈര്യം വരികയും മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടുകയും ചെയ്യും. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളുടെ ജീവിതം ഏകദേശം എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ച് ഇരിക്കുന്നവർക്ക് ഒരു പിടിവള്ളി കിട്ടിയ പോലെയായിരിക്കും ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ അവർക്ക് ഒരു ചിന്താഗതി വരുന്നത്, ആ മനസ്സിലേക്കുള്ള ചിന്താഗതി വരുന്നത്. ആ ചിന്താഗതി മൂലം ഇവർക്ക് ഉയർന്നു വരുവാനുള്ള ഒരു സമയം കൂടിയാണ് ജനുവരി മാസം തൊട്ടുള്ള ഒരു ഫലം. അപ്പൊ ഈ മാസത്തിൽ അവർക്ക് പ്രതീക്ഷ കൂടുതൽ നൽകുന്ന ഒരു മാസവും, വിദേശത്ത് ജോലിയെടുക്കുന്നവർക്കെല്ലാം സാമ്പത്തികപരമായിട്ട് കുറച്ച് മാറ്റം വരുവാനുള്ള സാധ്യതയും, വൃശ്ചിക ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് സ്ഥാനഭ്രംശത്തിനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സ്ഥാനഭ്രംശം എന്ന് പറയുകയാണെങ്കിൽ ഉള്ള ജോലിയിൽ നിന്നും മാറി വേറെ സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയാണ് പറയുന്നത്. പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകുമെങ്കിലും അത് അതിജീവിപ്പിക്കാൻ പ്രത്യേകം ഈ ജനുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിവാഹ ജീവിതമെല്ലാം ഒരു പരിധിവരയ്ക്കെല്ലാം അനുസരിച്ച് പോകേണ്ട ഒരു സമയം തന്നെയാണ്.
ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം സ്ഥാനഭ്രംശങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സമയത്തിന് അനുസരിച്ചാവും സ്ഥാനമാറ്റം വരുന്നത്. ഇപ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയുടെ തൃക്കേട്ട മുഴുവനും ചേരുന്ന ഒരു രാശിയാണ് വൃശ്ചികം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശാഖ നക്ഷത്രത്തിന്റെ ഏകദേശം കാൽഭാഗം കിട്ടുന്ന വ്യക്തിക്ക് വ്യാഴദശയിലുള്ള ജനനത്തോടുകൂടി 19 കൊല്ലം ശനിദശയും 22 39 വയസ്സ് വരയ്ക്കും അവർക്ക് ബുധദശാകാലവും, അതിനുശേഷം 46 വയസ്സ് വരയ്ക്കും കേതുദശയും, അതിനുശേഷം വരുന്ന ശുക്രദശയുമാണ് കാണുന്നത്. അപ്പോൾ 46 വയസ്സ് ഏകദേശം 50 വയസ്സിന്റെ ഉള്ളിലുള്ള കർമ്മമേഖലയിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഇത് ശുക്രദശ കാലമെല്ലാം അനുകൂലമാണെങ്കിൽ വളരെ ഉചിതകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് സ്ഥാനഭ്രംശം വരികയാണെങ്കിൽ പ്രമോഷനോടുകൂടിയിട്ടുള്ള സ്ഥാനഭ്രംശമായിരിക്കും വരുന്നത്. അതേ സമയത്തിൽ അതിന് താഴെ ബുധദശയോ കേതുദശയൊക്കെ ആണെങ്കിൽ സ്ഥാനഭ്രംശം വരികയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സ്ഥാനഭ്രംശമായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ തന്നെ അനിഴ നക്ഷത്രക്കാരുടെ സ്ഥാനഭ്രംശത്തെ പറ്റി പറയുകയാണെങ്കിൽ അനിഴ നക്ഷത്രക്കാർ ജനിക്കുന്നത് തന്നെ ശനി ദശയിലാണ് ജനിക്കുന്നത്. ശനിദശയിൽ ജനിച്ച് ബുധദശയിലൂടെ കടന്നുപോയി. ശനിദശയിലൂടെ ആയില്യം, കേട്ട, രേവതി, പൂയം, അനിഴം, രേവതി. അപ്പോ അനിഴ നക്ഷത്രക്കാര് ശനിദശയോടുകൂടി ജനിക്കുകയും അത് ഏകദേശം കഴിയുമ്പോൾ ബുധദശ കടന്നുകൂടുകയും അത് ഏകദേശം 27, 34, 35 വയസ്സിന് ശേഷം ശുക്രദശ വരുന്ന സമയത്തും ആണെങ്കിൽ ഇവർക്ക് ശുക്രദശ അനുകൂലപരമാണെങ്കിൽ ഈ സ്ഥാനഭ്രംശത്തിനോടുകൂടി അനുബന്ധം കൂടുതൽ പ്രമോഷനോടുകൂടി വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ലാത്ത പക്ഷം കേതുദശ, ഇവർക്കും കേതുദശ ഏകദേശം 30 വയസ്സ് 37 വയസ്സ് കാലയളവിൽ കേതുദശ വരികയാണെങ്കിൽ ആ കേതു വിപരീത ഫലമാണെങ്കിൽ ജോലി അടക്കം പോകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ബുധദശയിൽ ജനനവും അത് കഴിഞ്ഞ് കേതുവിന്റെ ദശയും 7, 14, 34, 35 വയസ്സ് വരയ്ക്കും ഇവർക്ക് ശുക്രദശാകാലമാണ്. 41 വയസ്സ് വരയ്ക്കും സൂര്യദശ. അപ്പൊ ഗവൺമെന്റ് സ്ഥലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം 35 വയസ്സ് 40 വയസ്സ് വരയ്ക്കുള്ളവർക്കാണെങ്കിൽ പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയെല്ലാം ഇവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തരംതിരിച്ച് പറയാൻ കാരണം സ്ഥാനഭ്രംശം എന്തായാലും ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് വിധത്തിൽ സ്ഥാനഭ്രംശം വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഞാൻ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർക്കാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സർക്കാർ മേഖലയിൽ, അതായത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ ജനുവരി മാസം പൊതുവെ കുറച്ച് ഗുണകരമായിട്ടും വരുന്നതാണ്. അവർക്കും കുറച്ച് ആശ്വാസകരമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കുറച്ച് ആശ്വാസം കിട്ടുന്ന ഒരു മാസം തന്നെയാണ്. ഭവന നിർമ്മാണത്തിനെല്ലാം ധൈര്യമായിട്ട് ഇപ്പോൾ കാലെടുത്ത് വെച്ചോളൂ. അത് ഏകദേശം വരുന്ന കാലഘട്ടങ്ങളിൽ അതെല്ലാം വളരെ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ ഭവന നിർമ്മാണം പാതി വഴിയിൽ വെച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ പുനഃസംഘടിപ്പിക്കുവാൻ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള അനുകൂലങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഇവർക്ക് പൊതുവെ കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗവും കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ്. ബിസിനസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്വർണ്ണ നിർമ്മാണ രംഗത്താണെങ്കിലും അവർക്ക് വളരെ ഉചിതപരമായിട്ടുള്ളൊരു മാസമാണ് ജനുവരി മാസം.
വസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പരമായിട്ടുള്ളൊരു സമയമാണ്. അവർക്ക് പൊതുവെ സ്വർണത്തിനോടുള്ള താല്പര്യമുള്ളവർക്കെല്ലാം ആ സ്വർണത്തിനോടനുബന്ധിച്ചിട്ടുള്ളതും അതുപോലെ ഡയമണ്ട് കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം വളരെ ഗുണപരമായിട്ടുള്ള ഒരു സമയമാണ്. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ കൂടുതലായിട്ടുള്ള വർക്കുകൾ കുറവായിട്ട് വരുവാനും ബിസിനസ് ഡെല്ലാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സേനാധിപത്യം വഹിക്കുന്ന എല്ലാവിധ മേധാവികൾക്കും പോലീസ് സേനാധിപത്യം വഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ മാസം വളരെ അനുകൂലപരമാണ്. ഇവർക്ക് മനസമാധാനവും സ്വസ്ഥതയും എല്ലാം കിട്ടുന്ന 2019 ജനുവരി മാസം ഏകദേശം 25 ആകുമ്പോഴേക്കും ഇവർക്ക് വളരെ മനസമാധാനം കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വിദേശത്ത് പഠനത്തിന് പോകുന്ന വ്യക്തികൾക്കെല്ലാം ഈ മാസം കഴിഞ്ഞു മതി എന്നുള്ളതാണ് പറയുന്നത്. വിദേശ പഠനത്തിൽ പോകുന്നവർക്ക് ഈ മാസം കൂടി കഴിഞ്ഞ് അടുത്ത മാസത്തിൽ പോകുന്നതാണ് ഉത്തമമായിട്ട് കാണുന്നത്. വിദേശത്തിൽ നിന്നും സ്വദേശത്തേക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന് സെറ്റിലാകാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ വേണ്ട, അതിനൊക്കെയുള്ള സമയം വരുന്നതേ ഉള്ളൂ. അതുകൂടി ചിന്തിക്കണം. അതുപോലെ തന്നെ ദൂരദേശത്ത് നിന്നും ദൂരദേശ യാത്രയ്ക്കും തൊഴിലിനും പോണവർക്കും ഈ മാസം വേണ്ട, ജനുവരി മാസം വേണ്ട, അതിനുള്ള സമയം വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഇപ്പോൾ അതിന്റെ പ്രാരംഭ വേലകൾ തുടങ്ങി വയ്ക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ വൃശ്ചിക രാശിക്കാർക്ക് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു തടസ്സങ്ങളും അതുപോലത്തെ കഷ്ടപ്പാടുകളും ഗ്രഹാചാരങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വർഷങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജനുവരി മാസം എല്ലാ മാസങ്ങളിലും എല്ലാ നക്ഷത്രക്കാർക്കും ഓരോരോ നല്ല സമയങ്ങളും ഓരോരോ ചീത്ത സമയങ്ങളും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഇവർക്ക് ജനുവരി മാസം വളരെ അനുകൂലപരം തന്നെയാണ്. നമസ്കാരം.